പറയുകയാണെങ്കിൽ പണ്ട് മുതലേ എന്താ എൻ്റെ ഒരു പപ്പയായിട്ടും മമ്മിയായിട്ടും എൻ്റെ കൂടെ നിന്ന ഒരാളായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വേറെ ഒരാളൂടെ വന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളാടി ആരോട് നമസ്രാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമാർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ സുരക്ഷിതണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മാത്രം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ച പ്രകാരം മനോഹരമായ ഈ പ്രഭാതം കാണുവാൻ, ഈ പകൽക്കാലം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവൻ്റെ പഠനത്തിലും വളർച്ചയിലും ജോലിയിലുമൊക്കെ ഇത്ര നാൾ അവിടുന്ന് കൂടെ സഹായിച്ചല്ലോ. അവനൊരു പുതിയ പദവിയിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും ഇന്ന് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ എൻ്റെ മകൾ അനുഭവിപ്പാൻ അവിടുന്ന് ഒരുക്കണമേ. അവനെ വിശ്വാസത്തിൽ വളർത്തുന്നതായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവന് പ്രബോധനം നൽകിയതായിട്ടുള്ള സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടി വന്യവൈദ്യർക്ക് വേണ്ടിയൊക്കെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ വളരുവാനും ദൈവനന്മ അനുഭവിപ്പാനും നിലവാനെ ആവോളം അവിടുന്ന് ഒരുക്കിയല്ലോ. അവൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ ഒരുക്കപ്പെടുന്ന മകൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയമകളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും വാഴ്ത്തണമേ. അവരിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. തക്ക സമയം ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് സഹായിക്കണമേ. രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർത്തപ്പെടുന്ന മക്കൾ, രണ്ട് വ്യത്യസ്തമായ സംസ്കാരങ്ങളാൽ വളർത്തപ്പെടുന്ന മക്കൾ, വ്യത്യസ്തമായ മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്ന മക്കൾ ഇന്നൊരു കുടുംബത്തിൻ്റെ അംഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഭൂമിയിലൊരു കുടുംബം കൂടെ സമാനമായിട്ട് നൽകപ്പെടുന്നെന്നുള്ള ഓർമ്മ അവിടെ നൽകണമേ. ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യനെ രക്ഷിച്ചാക്കി മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി
തക്കതായ തുണയെ നിയമിച്ച് നൽകിയ ദൈവമേ, ജീവിതത്തിൻ്റെ അനുഗ്രഹകരമായ അനുഭവങ്ങളിലൊക്കെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന അനുഭവമാണെന്ന് ഓർക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മക്കളുടെ വിവാഹ ജീവിതം ഏറ്റവും വിശുദ്ധിയുള്ളതായി തീരുവാൻ ഇടവരണമേ. ഞങ്ങളുടെ ഇടവയ്ക്കും ഈ ദേശത്തിനും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കാൻ എൻ്റെ മക്കളുടെ വിവാഹ ജീവിതം അവർ പരിലസിക്കണമേ. ഇന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെയും സൽക്കാരത്തെയും അവിടുന്ന് വാഴ്ത്തണമേ. നേർന്നു നൽകുന്ന വന്യവൈദികരെ അവിടുന്ന് ആശീർവദിക്കണമേ. വിശ്വാസ സമൂഹത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, റിസപ്ഷൻ കാര്യങ്ങളൊക്കെയും അവിടുത്തെ ചന്തവും ഉചിതമായി ക്രമീകരിക്കപ്പെടുവാൻ സഹായിക്കണമേ. കനാവിലെ കല്യാണം പരിപോഷിപ്പിച്ചതുപോലെ എല്ലാം ഉചിതമായി ക്രമീകരിക്കപ്പെടുവാൻ സഹായിക്കണമേ. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വണ്ണം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം നൽകണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ടും പ്രത്യേകം സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രിയപ്പെട്ട മകൻ കൊച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സലമയ്ക്കായിട്ട്, മകൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളുടെയൊക്കെയും ഈ ദിവസങ്ങളിലേറിയ പ്രാർത്ഥനയും അവിടുത്തെ തീരുമാനങ്ങളൊക്കെയും ഇന്ന് സഫലമാകുവാനും അനുഗ്രഹിക്കപ്പെടുവാനും അവിടുന്ന് ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹയുടെ സംസർഗവും സഹവാസവും നമ്മളുടെ എല്ലാവരുടെ കൂടെയും വിശേഷിക്കുക ഇന്ന് വിശുദ്ധ വിവാഹ ജീവനത്തിൽ പ്രവേശിക്കുന്ന പ്രിയമകനോട് കൂടെ, പ്രിയമകളോട് കൂടെ, അവരുടെ വിശ്വാസ ജീവിതത്തോടു കൂടെ, കുടുംബജീവിതത്തോടു കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. From this day on. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on.
so live. Feel it again, feel it again. Feel it again, feel it again. Unlock the cage and free my heart. This is where the journey starts. Now it begins, now it begins. Now it begins, now it begins. This is gonna be a good day. Rolling on like the thunder with open eyes full of wonder. It's a good day. It's a good day to be alive. Spinning fast, the wheels keep turning. Every night is a new morning. It's a good day. It's a good day to be alive. It's a good day to be alive. It's a good day to be alive. I was born to breathe the air and take a road that goes nowhere. I'm ready to live, ready to live, ready to live, ready to live. Like a dove I fly away. Now's the time, today's the day. Now it begins, now it begins. Now it begins, now it begins. This is gonna be a good day. Rolling on like the thunder with open eyes full of wonder. It's a good day. It's a good day to be alive. Spinning fast, the wheels keep turning. Every night is a new morning. It's a good day. It's a good day to be alive. 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 Now it begins. വർണ്ണങ്ങൾ കിരീടം
വെച്ചങ്ങു നിൻ പാതേ മണവാട്ടിയ സൗഭാഗ്യം ചേരട്ടെ സൗഭാഗ്യം ചേരട്ടെ ആദ്യ വിവാഹനാളിൽ ഈദനിൽ ധ്വനിച്ച ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആ മംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. വിശുദ്ധ വിവാഹത്തിൽ സംബന്ധിക്കാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നയനാൻ ജേക്കബച്ചൻ ഇടവയുടെ മുൻ വികാരിയാണ്. ഇന്ന് കാപ്പയിട്ടിരിക്കുന്ന കാർമിയൻ ബഹുമാനപ്പെട്ട തോമസ് മാത്യുവച്ചൻ ഇടവയുടെ മുൻ വികാരിയാണ്. റവറൻഡ് ഫാദർ ഡാനിയൽ ജോർജ് ഇളമ്പൽ ഓർത്തഡോക്സ് ഇടവയുടെ വികാരിയാണ്. റവറൻഡ് സോണി ഫിലിപ്പച്ചൻ ഈ ഇടവയുടെ മുൻ വികാരിയാണ്. വന്യവേദികരെ ഏറ്റവും സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യും. വിശുദ്ധ വിവാഹത്തിന് 2 പ്രവാഹങ്ങളാണുള്ളത്. ഒന്ന് മോതിരം വാഴുന്ന ശുശ്രൂഷ. ചില നാളുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ഇവരുടെ വിവാഹം നടത്താനായിട്ടൊക്കെ തീരുമാനിച്ചുവെങ്കിലും ഇന്ന് വിശുദ്ധ സഭയിൽ വെച്ച് മോതിരം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ ക്രമപ്രകാരമുള്ള വിവാഹ നിശ്ചയം പൂർത്തിയാകുന്നത്. തുടർന്ന് ഉള്ള ശുശ്രൂഷയാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷയായ കിരീടം വാഴുന്ന ശുശ്രൂഷ. കിരീടം രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും ഉള്ളതാണ്. ഇനി ഒരു വലിയ കിരീടധാരണം ലോകത്ത് നടക്കുവാനായിട്ടുണ്ട്. സ്വർഗീയ മണവാളനായ കർത്താവായ യേശു ക്രിസ്തു തിരുസഭയെ സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവാഹ ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യോടൊന്നും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ ആരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ.
ദൈവമായ കർത്താവേ, നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹങ്ങളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്തിന്റെ ബലത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവളന്മാർ പുണർപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാരിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരസങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും ആയതിപ്പോ എല്ലായ്പ്പോഴും തന്നെ. വാനോർഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ, എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ, തൻ സേവകരായി തിരുമുന്നിൽക്കും കോട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കാൻ വേളിക്കാത്തിരുന്നാൾ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവ ത്രിയേകൻ വന്ദ്യൻ. മൗനോർഭൂവാസികൾ വന്നേ ആഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. ആയതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും വാഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും കാലമൊക്കെയും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുക, നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും പിശാചുക്കളിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തന്റെ അടിയാരുടെ മോചനം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്ത് നമ്മുടെ ആയുസ്സെല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോ എല്ലായ്പ്പോഴും തന്നെ. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവരും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവരും
സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കും ദൈവമായ കർത്താവേ. നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്ന് നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളിനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ആ ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഇറയന്മാരും മാലാകന്മാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധി നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും വിടകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്നെ നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മണവാളനും മണവാട്ടിയും തോഴുമക്കാരി ഒഴിച്ച് ബാക്കി ആളുകൾക്ക് യഥാസ്ഥാനത്ത് ഇരിക്കാവുന്നതാണ്. ഈ കൊയറിന്റെ ബെഞ്ചിലും കുറച്ചുപേർക്ക് ഇരിക്കാവുന്നതാണ്. മറക്കുമോ കന്യാവൃത വെളിപ്പെടുത്തുകയും എതിരെ വിവാഹം നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബഹുരാജ്യങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന് മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠതകളാകുന്ന മാധുര്യവും ഇമ്പമുള്ള പരിമളവും വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യ നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കയറ്റുമാറാകണമേ. ഹോശോ വവുകുല സുബാലവൽബി. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവേ, സ്പശിയാടെ വലങ്കീകാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെട്ട് നിന്റെ വിവാഹ ലക്ഷ്യമായ ഈ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും ദൈവത്തിൽ നീ പ്രാപിക്കുമാറാക. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവേ, സ്പശിയാടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ത്രീകന്മാരുടെ കയ്യിൽ നിന്നുപോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും
ഹൃദയ സന്തോഷത്താലും ധരിക്കുന്നതിന്റെ പിതാവിന് വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. തന്റെ മിശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ മക്കളുടെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കുമതുക്കും കൊണ്ടും ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെ റബേക്കയുടെ വിവാഹം നിശ്ചയം പന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീടയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശം വരാത്ത ആഗ്രഹിക്കുന്ന കാലങ്കാലങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അനുഗ്രഹിക്കട്ടെ. ഇമ്പകരമായ ശോശാന പുഷ്പങ്ങളാൽ വിശേഷവാസന നൽകുന്ന പരിപാകതയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം അവർക്ക് സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മല അവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവിന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹപൂർണമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരാകുന്ന ഞങ്ങളുടെ അപേക്ഷ കേട്ട് വായുകളോടുകൂടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. ഇതിൽ ഇവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമായി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപയേകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ള എല്ലാവരുടെയും മേൽ നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്ലീവായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകണമേ. ഹോശോ വബകുലസ്ബാൻ ലവൽ മീ ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നീ ഭാഗ്യം രാജസുതന്നെനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്ദിക്കും വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. കഷ്ടം കഞ്ചകനാമോ രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാനന്ദേ. ആയുധമെന്നെ ചാർത്തിത മാംസം രക്തം മോദീരാമ ഇട്ടു തന്നാൻ വീരലിന്മേൽ മണവാളൻ തൻ സൂര്യനാകും. മണവാട്ടി പകലോട് തുല്യം പരിമള വൃക്ഷത്തോടങ്ങി വിരുന്നാസകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130,000 160,000 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാം ഇപ്പോഴും നമ്മൾ നിങ്ങൾക്ക് നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലാം ഇപ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണല്ലോ പ്രിയപ്പെട്ട മകൻ്റെയും മകളുടെയും വിവാഹം നടക്കുക എന്നുള്ളത്. വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയായ മോതിരം വാഴ ശുശ്രൂഷയാണ് ഇപ്പോൾ പൂർത്തിയായത്. തുടർന്നുള്ള ശുശ്രൂഷയാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷ. ഏതാണ്ട് തോട്ടത്തിൽ മനുഷ്യനെ യഹോവയായ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ഒരു തക്ക തുണയെ കൂടെ നിയമിച്ച് നൽകി. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രക്ഷാകരമായ ദൗത്യം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രക്ഷാകരമായ ദൗത്യത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. ടു പാർട്ടിസിപ്പേറ്റ് ദി സാൽവിക് ആക്ട് ഓഫ് ഗോഡ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നത് വിശുദ്ധ വിവാഹത്തിലൂടെയാണ്. കുടുംബം, ഫാമിലി എന്ന വാക്കിന് ഇറ്റ് ഈസ് എ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെങ്കിലും ലഭിക്കാത്ത പരിശുദ്ധമായ ഒരു സ്ഥാപനമാണ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം അത് ദൈവത്തിൻ്റെ കരവിരുതാണ്, ദൈവത്തിൻ്റെ രൂപകൽപ്പനയാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സാദൃശ്യത്തിലുമുള്ള സൃഷ്ടിയാണ്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ രൂപകൽപ്പനയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെങ്കിലും ലഭിക്കാത്ത പരിശുദ്ധ സ്ഥാപനമായി ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനായി കുടുംബത്തെ അറിയപ്പെടുന്നത്, ഫാമിലിയെ അറിയപ്പെടുന്നത് ഓർക്കണം. അതുകൊണ്ട് 3 വാക്കുകൾ ഞാൻ ഈ സമയത്ത് പരിചയപ്പെടുത്താം. റിലാക്സ്, റിലീസ് ആൻഡ് റിജോയ്സ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പിരിമുറുക്കങ്ങളുണ്ട്, ടെൻഷനുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, വേദനകളുണ്ട്. അത് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട മകനും മകളും ഒരു പരസ്പരം അവരുടെ വേദനകളെ പരസ്പരം ഷെയർ ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് റിലാക്സ് ലഭിക്കുന്നു. ആ പിരിമുറുക്കങ്ങൾ അയഞ്ഞ് ഒരു സന്തോഷകരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്നു മുതൽ അതിനുള്ള ഒരു അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോഴാണ് റിലീസിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പിരിമുറുക്കങ്ങൾ അയഞ്ഞ് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് അവർ പ്രവേശിക്കുന്ന അനുഭവമാണ് റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലാക്സും റിലീസും കൂടെ ചേരുമ്പോഴാണ് റിജോയ്സ് എന്നുള്ള പദം ഉണ്ടാകുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന്. ഇവിടെ കുടുംബജീവിതം എന്നും കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് ഇടവരണം. റിജോയ്സ്, റിലീസ് ആൻഡ് റിലാക്സ്, റിലാക്സ്, റിലീസ് ആൻഡ് റിജോയ്സ്. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് പ്രവേശിപ്പാൻ ഇടവരണം. ഹൗ ടു മെയിൻറ്റെയിൻ എ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്. എങ്ങനെ ഒരു ക്രിസ്തീയ കുടുംബജീവിതം ഉണ്ടാകുവാനായിട്ട് സാധിക്കും? 4 വാക്കുകൾ ഞാൻ ഓർപ്പിക്കട്ടെ. കമ്മിറ്റ്മെൻറ്റ്, കമ്പാനിയൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. ഇവർ പരസ്പരം വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വളർത്തപ്പെട്ട മക്കളാണ്. കോന്നിയിൽ നിന്നും ഇളമ്പലിൽ നിന്നും 2 വ്യത്യസ്ത മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട മക്കൾ, 2 വ്യത്യസ്ത സംസ്കാരങ്ങളാൽ വളർത്തപ്പെട്ട മക്കൾ, 2 വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലങ്ങളിലും ഇടവ പശ്ചാത്തലങ്ങളിലും വളർത്തപ്പെട്ട മക്കൾ ഇന്ന് പരസ്പരം സമർപ്പിച്ച് കമ്മിറ്റ് ചെയ്ത് സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞുകൊള്ളാം എന്ന് പരസ്പരം കമ്മിറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവമാണ് കമ്മിറ്റ്മെൻറ്റ്. രണ്ടാമത്, എല്ലാവരുടെയും കുടുംബജീവിതം ഭദ്രമായി തീരണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും ഭാര്യ പറയുന്നത് ഭർത്താവിനും മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇന്ന് പല സഭകളിലും കണക്ക് നോക്കുമ്പോൾ 25% ഡൈവേഴ്സിന് ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം മനസ്സിലാവാത്ത ഭാഷയാണ്. പലരുടെയും കുടുംബജീവിതത്തിൽ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് അത് വലിയ പരാജയങ്ങളിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ചെറിയ കാര്യങ്ങൾക്കാണ് ചിലപ്പോൾ ഒരു അക്ഷരപ്പിശ കൊണ്ടായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ അത് വ്യക്തമാകാതെ പോകുന്നത്. അതുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ഭംഗിയായി തീരണമെങ്കിൽ ഒന്ന് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കും കലഹങ്ങൾക്കുമെല്ലാം കാരണമായി തീരുന്നത് ഒരു നേതാവ് പറയുന്നത് വേറൊരു നേതാവിന് ഇഷ്ടപ്പെടുകയോ മനസ്സിലാക്കുകയോ ചെയ്യില്ല. നമ്മുടെ കോംപ്ലക്സുകളും ഈഗോയും അത് ഇല്ലാതാകുവാനായിട്ട് ശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഒന്ന്
കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, മറ്റൊന്ന് കമ്പനി ആയിരിക്കണം. അവർ രണ്ടുപേരും കമ്പനി ആയിരിക്കണം. ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ ധാരാളം ലോകത്തിലുണ്ട്, എന്നാൽ പരസ്പരം കമ്പനി അല്ലാതെ ഉള്ള ജീവിതമാണ്. അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ ഏത് സമയത്തും പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളായി തീരുന്ന ഒരുപാട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളുണ്ട്. കമ്പനിയല്ല, പരസ്പരം കമ്പനി ആയിരിക്കാനാണ് ശ്രമിക്കുന്നത്. പരസ്പരം ഭാരങ്ങളെ പങ്കുവയ്ക്കുന്ന, റിലാക്സ്, റിലീസ് ആൻഡ് റിജോയ്സ് നടത്തപ്പെടുന്ന കമ്പനികളായി തീരുവാൻ സാധിക്കും. നാലാമത് കൺട്രോൾ ഉണ്ടായിരിക്കണം. പണം, സമയം, കഴിവ് ഇവയിലെല്ലാം ഒരു കൺട്രോൾ നമുക്കുണ്ടായിരിക്കണം. താരതമ്യ പഠനം ഒരിക്കലും പാടില്ല. അയൽവക്കത്തെ വീട്ടിൽ ഇന്ന രൂപ ചിലവാക്കി, ഇത്ര സാരി വാങ്ങിച്ചു, ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നു എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ അത് പറഞ്ഞ് കൺട്രോളില്ലാതെ പോയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് മുട്ടും. കൺട്രോളില്ലാത്ത വാഹനം എവിടെയെങ്കിലും മുട്ടും. അതുകൊണ്ട് കുടുംബജീവിതം ഭംഗിയായിട്ട് പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിനിമയത്തിൽ, ഒരു നിയന്ത്രണം, ഒരു കൺട്രോൾ ഏറ്റവും ആവശ്യമാണ്. ഹൗ ടു മെയിൻറ്റെയിൻ എ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്: കമ്മിറ്റ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, കമ്പാനിയൻഷിപ്പ് ആൻഡ് കൺട്രോൾ. ഈ മക്കളുടെ വിവാഹ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനമാണ്. ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം അത് വളരെ പ്രധാനമാണ് എന്നുള്ളത് പ്രത്യേകമാണ്. ഇന്ന് ഇവിടെ ഈ മിന്ന് കെട്ടുന്നതായിട്ടുള്ള സമയത്ത് 7 നൂലിലാണ് അത് ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്. വരൻ്റെ മാതാപിതാക്കളും വരനും, വധുവിൻ്റെ മാതാപിതാക്കളും വധുവും, ദൈവവും, അങ്ങനെ 7 നൂലുകൾ ഒരുമിച്ച് ചേർന്നാണ് ഇന്ന് ഈ വിവാഹം ഇന്ന് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഭൂമിയിൽ ഒരു കുടുംബം കൂടെ സമാനമായിട്ട് നൽകപ്പെടുന്നു എന്നുള്ള ഓർമ്മ. ഇപ്പം രണ്ടുപേർക്കും ഒരു പ്രത്യേക പദവിയും ഉത്തരവാദിത്വത്തിലേക്ക് പോയി. കഴിഞ്ഞ നിമിഷം വരെ ഇവർ സിംഗിളായിരുന്നു, എന്നാൽ ഇന്ന് രണ്ടുപേരും ഒരു പുതിയ പദവിയും ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. തുടർന്ന് കൊയർ അടുത്ത ഗാനം ആലപിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മംഗല്യം ശോഭിക്കുമാ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കനാവിൽ മണി പന്തൽ പണ്ടാലങ്കരിച്ചു, അന്നൊരസാവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. അന്നൊരസാവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇനി മംഗല്യം ശോഭിക്കുക കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ.
ഉത്തമ സ്ത്രീയായ ബാലയെ തിരിഞ്ഞ ബ്രാഹ്മൺ മൃത്യുവരം ചെയ്ത വേലയെ തുൾതുണ തുടർന്ന പോലെയേ ഈ വീടയും നീ ചേർത്തരുൾ കല്യാണമാലയേ. നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ തനിക്കുള്ള മണവാട്ടിയുമായി കല്യാണം ചേർന്ന സുഖി ചൊല്ലിടുവാനും കല്യാണം ചേർന്ന സുഖി ചൊല്ലിടുവാനും ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. ആദിമുതൽ കണ്ടേ ധരിച്ചോ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ച നീതിവരം നാലു മൂരച്ചാൽ പെറ്റോ കരുകി മന്നിടം വാഴുന്നരുൾ ചെയ്ത ആദമാദികൾക്കും അനുവാദമേകിയൊരു ദേവ ആദമാദികൾക്കും അനുവാദമേകിയൊരു ദേവ നിരിവാരി പാലിച്ചേശു നാദരെന്നു മാനിച്ചോരു നീതി പാലിച്ചേശു നാദനെന്നു മാനിച്ചപ്പോൾ ഇന്നി മംഗല്യം ശോഭിക്കുവാ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നി മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. കിരീടവാഴിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിടുതൽ അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിടുതൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിന്റെ നിത്യസന്തോഷങ്ങൾക്കും ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ ആദിമ മാതാപിതാക്കളെ അനുഗ്രഹിച്ചതായിട്ടുള്ള ആ അനുഗ്രഹം മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വർഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ കുരിശിനെ വരയ്ക്കുമ്പോൾ ആ അനുഗ്രഹം സ്വീകരിക്കുന്നതിൻ്റെ ഇടയാളമായി മണവാളനും മണവാട്ടിയും തിരിച്ച് കുരിശ് വരയ്ക്കുകയും ജനങ്ങൾ ദൈവകൃപ ചെയ്യണമേ
എന്ന പ്രതിവാക്യം പറയുകയും ചെയ്യും. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ആദം ഹവ്വായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യോസേഫിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന ഇതിന്റെ അടിയാരെ നിന്റെ ദാനങ്ങൾ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീ കൽപ്പനകളെ അന്നുകൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ സന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുക്കുല സുബാൻ ലൗൽ മീൻ. കർത്തനരാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിലനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. മാന്യമമുടിതൻ ശിരസിൽ ചോട്ടുന്നു പാർക്കുമോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും ഇല്ല ഇപ്പോഴും കരറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നതുമായ സ്വയംഭൂ തന്റെ മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്ന് തനിക്ക് വന്നിരമണിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും
ധാരാളമായ തന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത തന്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്തതിനുമായ തന്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനമെന്നേക്ക് യോഗ്യമായിരിക്കുന്നു. ആയതെപ്പോ എല്ലായ്പ്പോഴും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളെയും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മൗതീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്ണനീയമായ നിന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളത്താൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിലും നിന്റെ ദയയുടെ ചിറയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്ന നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായി തീരുവാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന നേർപ്പാതയിൽ കൂടി ഓടുവാനും ആത്മീയമായ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരായിരിക്കുവാനും ദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുന്നവരാകുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണത്തിൽ നിന്നാകുന്നവരിക്കുന്നവരുമായിരിക്കുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയെ സ്പർശിക്കുന്നവരും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ഓടിയാകുന്നവരും ആയി തീരുവാൻ ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീക മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവനും നിന്റെ ദൈവത്വത്തിന് അനുസരണയുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ. നിന്റെ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബകുല ശുഭാൻ ലവൽ മീ ജാതീൻ പുത്രി നീയെ സുന്ദരി ബഹുസുന്ദരി ശ്രീമാൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. കാട്ടാകൾ നിൻ അധരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി നീസാൻ കുസുമം പോ. സുന്ദരി സഭേ, നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പാർക്കുമോ. ഭാഗ്യവാനായ
പൗലോസ്ലീഹ എഫെസർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ എല്ലാവരും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന് രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായി ആകുന്നില്ലാതെ വിശുദ്ധയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവവചന അറിയിപ്പിനെ കേൾക്കണം. വിശുദ്ധ വിവാഹത്തെ കുറിച്ച് കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കൽപ്പിച്ചതായിട്ടുള്ള കൽപ്പന നമ്മളിപ്പോൾ വായിച്ച് കേൾക്കുകയാണ്. അതുകൊണ്ട് ആ രാജകൽപ്പന കേൾക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്നാണ് ആ രാജകൽപ്പന കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഏവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷാവുമായിരിക്കുന്ന യേശുവും മശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. ഈശ്വരമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദ്യയുടെ അതിർത്തിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്ക് വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഉത്തരമായി അളിച്ചത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്നാൽ ഇച്ഛനുള്ളത് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും വിവഹിക്കപ്പെടുന്ന തലകളും പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിഷ്ണുവിന്റെ റൂഹയുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. 「 ആമേൻ.
മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും ഒടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. അനുഗ്രഹം നിറഞ്ഞോരു ഫലത്തെ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൽ മുടിയെയും വാഴ്ത്തിയിടണമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. കർത്താവ് നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. കഹനന്മാർ സംസാരന്മാർ ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു. രക്ഷകൻ നീതിയിൽ മുടി നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനും സ്തോത്രം പാടിയിടുമേ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു.
കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരേറ്റയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനെന്ന മിശിഹ സത്യത്തിന്റെ മണവാൺ കൊണ്ട് നിങ്ങളുടെ മണവാളനെ മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ ആവശ്യിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കൃസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോവിലും യാക്കോവ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരെ സന്തോഷിപ്പാൻ ഇടയാകട്ടെ. കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവരുടെ മക്കളെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവരുടെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതാകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളടങ്ങുന്ന പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്ത് കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ആ മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയറ്റണം. ഹോശോ വബുകുല സുബ്ഹാന വൽമീ ഏതൻ തോട്ടത്തിൽ ഉടയോനേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ. ഇളം കാറ്റത്ത് കൊണ്ടുപോകാം ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്താവേ എന്നെ പേടിക്കാനീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്യണേ ശരണം നീ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും എൻ മണവാളം ഉന്നതത്തിൽ നിന്ദകയായി വിളിച്ചെന്നെ. ന്റെ സൗന്ദര്യത്തെ കൊള്ള ചെയ്യുവാൻ മോഹിച്ചെടുത്തോ. തിരുസ്നേഹത്താൽ മിതിച്ചവരേ, അടിമയിൽ നിന്നും ഞാൻ സ്വതന്ത്രയായി. ദേവാസുരനെ വലങ്കൈ നീട്ടി വാഴ്ത്തി മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ. വാഴ്ത്തി
ദമ്പതികളെയും അവരാവർണ്ണാവത്തിൽ നീ വാഴ്ത്തുകയിവരെ ജീവിതകാലം വെളിവിൻ ലോകേ. ഈ നിൻ ജനവും എന്നും നേക്കും വാഴ്ത്തിയിടണമേ ഇഹ പരലോകം വാഴ്വാലിവരെ. വാഴ്ത്തിയിടുക നിൻ അടിയ വായ്കളിൽ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വേദങ്ങളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാൻ. എന്റെ വാത്സല്യമുള്ള സഹോദരനെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിലും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തനത്തിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും വിശുദ്ധ ശ്ലീബയുടെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയ വിചാരങ്ങളെ അറിയാത്തവന്റെ മുൻപാകെയല്ല, അറിയുന്നവന് മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്ക് നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്ങൾ എല്ലാം ഇപ്പോഴും ഇവിടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവരവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോടെല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനി അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ല. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട വിപിൻ ആൻഡ് ടെസി, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും ഒരു വലിയ പദവിയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയോടുകൂടി ശ്രമിക്കുകയും ചെയ്യേണ്ടത്, പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഈ ഇടവയുടെ ഏറ്റവും വിലയേറിയ സമ്മാനമാണ് നമുക്ക് നൽകപ്പെടുന്നത്. ഇതിനേക്കാൾ വലിയൊരു സമ്മാനം ലോകത്തിൽ ലഭിക്കാനായിട്ടില്ല.
വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൈവച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിലും മറ്റു ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്ത്യ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Take some punches, I'm no stranger to the fight. Spent some time down in the shadows, still adjusting to the light. I got some stories I could tell you, wear my feelings on my sleeve. Yeah, that's me. Like the edge of a knife, like the break of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. I've been rolling with the thunder, I'm no stranger to surprise. The storm that tried to pull me under led me closer to the light. I got some scars that I could show you, but I'm fighting to believe. Yeah, that's me. Like the edge of a knife, like the break of the sun, like the part of the song when the chills come. On the edge of my seat, like a break in the clouds, like the part of the movie when it goes down. Some call it foolish, I call it faith. I can't see the future, I don't know what's up ahead. Can't see around the corner, I don't know what's coming next. I don't have all the answers, but I know it's not the end. All I know is this: the best is yet to come. The best is yet to come. 'Cause I know you're not done. The best is yet to come. All I know is I know you're not done. The best is yet to come. All I know is ദൈവമായ കർത്താവേ, വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള ഇവന് വേണ്ടിയും ജെസ്സിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹ ജീവിതം ഏറ്റവും ധന്യവും അനുഗ്രഹപൂർണ്ണമായി തീരണമേ. ഇരുഭാരത്തിലെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വാഴ്ത്തണമേ. കാനാവിലെ കല്യാണം പരിവേഷിച്ചതുപോലെ ശുശ്രൂഷകളെ ഒരു ധന്യമാക്കി തീർക്കണമേ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെയും ഒരു വാഴ്ത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. when you're out in the open and you're tired of hoping, I'll be there in a moment, I'll be by your side. When you're scared and you're lonely and there's
there's no one to hold you. I just want you to know that I'll be by your side. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my, be my, be my saving grace. Won't you be my, be my, be my saving grace? When my heart's getting older and my body is breaking down, in my head, yeah, I know that I'll be by your side. I don't know about the future, no one knows what the future holds. All I know is I know that I'm giving you my life. You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my, be my, be my saving grace. Won't you be my, be my, be my saving grace? Won't you be my, be my, be my saving grace? Won't you be my saving grace? You keep me strong when I can't carry on. When you lose your feet, fall down to your knees, and your heart's about to break, I will be your saving grace. When your eyes can't see, take my eyes from me. When you're lost and losing faith, I will be your saving grace. Be my, be my, be my saving grace. Won't you be my, be my, be my saving grace? Won't you be my, be my, be my saving grace? Won't you be my, be my, be my saving grace? Woke up from a long night, hoping for the sunlight. Just another cloudy day. Stressing on the inside, fighting all the same lies. Can't put on your happy face. No, you can't fake it. Heart is breaking, shame is trying to take you down. This overthinking boat is sinking. Wish someone could pull you out. This is not the end of the story. You're gonna see the light in the morning. You need to know you're not alone. No, you are never too far gone. Our God redeems, I'm living proof that He's gonna love you through it all. Oh, through it all. He's gonna love you through it all. Oh, through it all. Broken by the rumors, tripping about the future. All you wanna do is hide. Waves of the tension coming with a vengeance, crashing on every side. No, you can't fake it, hard to face it. Fear is trying to
the end of the story. You're gonna see the light in the morning. You need to know you're not alone. No, you are never too far gone. Our God redeems. I'm living proof that He's gonna love you through it all. Through it all, He's gonna love you through it all. Through it all. At the end of your rope, when you're losing your hope and you're barely holding on, He'll be all that you need. No, He's not gonna leave. He'll carry you through it all. At the end of your rope, when you're losing your hope and you're barely holding on, He'll be all that you need. No, He's not gonna leave. He'll carry you through it all. This is not the end of the story. You're gonna see the light in the morning. You need to know you're not alone. No, you are never too far gone. Our God redeems. I'm living proof that He's gonna love you through it all. ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന നല്ല ദൈവമേ സൗഖ്യപ്രദാവ് ഈ വിശുദ്ധ ദിവസത്തിന്റെ സമയകാലായ സമയം അടിയങ്ങൾ ഒരുമിച്ച് എളിയ ഭവനത്തിന് കൂടിയിരിക്കുന്നതിന് ഉദ്ദേശിച്ച സ്വർഗത്തിന്റെ ദൈവം അറിഞ്ഞിരിക്കുക പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിൽ കൂടുവാനും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് സമർപ്പിച്ചു. രണ്ട് ഭവനങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുക. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ ജനിച്ച് വളർത്തപ്പെട്ട നിന്റെ മക്കൾ ഒരുമിച്ച് ഇന്ന് ഈ ദിവസം കർത്താവ് നീ അവിടുന്ന് കൂട്ടിച്ചേർത്തിരിക്കാനും നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മക്കളെ രണ്ടുപേരെയും നിന്റെ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അവരുടെ അമ്മയുടെ ഉദരം മുതൽ ഈ നിമിഷം വരെ നീ കരുതിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവെ ഇന്നത്തെ കല്യാണ വിരുന്നിനൊക്കെ നിന്റെ കൃപ വ്യാപരിച്ചതോർത്ത് സ്തോത്രം. കാലാവസ്ഥയൊക്കെ പ്രതികൂലമായിരുന്നുവെങ്കിലും അനുകൂലമായി അപകടങ്ങളോട് കൂടെ ഇരുന്ന വലിയ കൃപയ്ക്കായിട്ട് എല്ലാ കാര്യങ്ങളിലും നിന്റെ കൃപ വ്യാപരിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം. ഇരു ഭവനങ്ങളിലെ കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ മാതാപിതാക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ വളർത്തുവാനും അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് തക്ക തുണയെ ദൈവം തമ്പുരാൻ ഇവിടെ കണ്ടുപിടിച്ചു കൊടുക്കുവാനും ഒക്കെ കൊടുത്ത വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. നീ ചെയ്ത സകല നന്മയ്ക്ക് നന്ദിയോട് സ്തോത്രം. നീ തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. നിന്റെ കൃപയല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നിനക്ക് ഹിതമല്ലാത്തതൊന്നും അടിയുടെ ജീവിതത്തിൽ തരില്ലേ കർത്താവേ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് സഹായിക്കണം. ഈ നിമിഷം വരെ കരുതിയതായിട്ട് സ്തോത്രം. വീണ്ടും സാഹചര്യമായി നിന്റെ മക്കൾ തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ യാത്രയിലൊക്കെ കൂടെ ഇരിക്കണം. നിന്റെ മക്കളുടെ വാഹനത്തെ നിയന്ത്രിച്ചു കൊള്ളണമേ കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലതയിൽ തമ്പുരാന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണം കർത്താവെ. അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവോളം നിന്റെ കരങ്ങളിലോട്ട് വഹിക്കണം. നിന്റെ മക്കളെല്ലാം കടന്നു വന്ന് നിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് സഹായിക്കണം. ഒരു പ്രാവശ്യം കൂടി നിന്റെ മക്കളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഇതിനെ രസമോളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാനും പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ദൈവമാക്കിയിരിക്കുന്ന ഈ ഭൂമിയിൽ എന്നുള്ള വലിയ വിശ്വാസത്തോടെ ബോധ്യത്തോടുകൂടി അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ കൃപയും അനുഗ്രഹവും ഒക്കെ ധാരാളമായി നൽകും. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും മാനിച്ച് അവരുടെ കൃപയിൽ സൂക്ഷിക്കണം. സകല Still see us up in lane, your hair dancing with the wind. Thought our love would last a lifetime, just that hopeful kind of kid. Though the tears drowned out the flame, I still think about your lips. You seem like the kind of girl that I might always miss. I would drive across the country if you would tell me that you want me. Sold out room. Close my eyes and see your face,
ചേഞ്ചർ പേഴ്സണാണ്. എന്നെക്കാട്ടി ഉപരി ഞാൻ ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ അനിയത്തിനെയും ഒരു കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പോയിന്റാണ് എന്നെ സ്റ്റക്ക് ചെയ്തത്. Something I regret, that I always want the things in life that I can never get. Now the days are filled with guilt, it sends chills along my back. You might fall along the wayside, be a person of my past. I would try